അതായത് നമുക്ക് അടുത്ത് വന്നേക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എക്സാമ്പിൾ ഇതിന്റെ അകത്ത് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് എന്ത് എ ബോക്സ് വിത്തൗട്ട് എ ലിഡ് ഹാസ് എ വോളിയം വി. അതായത് ഒരു പെട്ടിയുണ്ട്, ആ പെട്ടിക്ക് മേലെ ഒരു അടപ്പില്ല, അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ വി ആണ്. ഫൈൻഡ് ദ മിനിമം സർഫസ് ഏരിയ. അതായത് ആ പെട്ടി കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം സർഫസ് ഏരിയ അത് എത്ര ആയിരിക്കും എടുക്കുന്നതെന്ന്. ബേസിക്കലി ഒന്നുമില്ല, ഒരു കാർഡ്ബോർഡ് കണ്ടിട്ടുണ്ട്, കാർഡ്ബോർഡിന് മേളിൽ ലിഡ് ഇല്ല. അപ്പൊ ഈ കാർഡ്ബോർഡ് കൊണ്ടുപോയി വെക്കുമ്പോൾ ഏറ്റവും കുറവ് സർഫസ് ഏരിയ എടുക്കുന്നതിന്റെ ഡൈമെൻഷൻസ് എത്രയാണ്. ഓക്കെ, അത് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം വെച്ചാൽ ഇവിടെ വോളിയമേ തന്നിട്ടുള്ളൂ. ഓക്കെ, വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും എപ്പോഴും, അത് മാത്രം ആലോചിച്ചാൽ മതി. അതായത് എന്താ പറയാ, ഞാൻ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ആ പെട്ടിക്ക് ഒരു വോളിയം ഉണ്ടെന്നേ വന്നിട്ടുണ്ട്. ആ പെട്ടിയുടെ സൈഡ് ലെങ്തോ അല്ലെങ്കിൽ എന്താണ് ലെങ്തോ ബ്രെഡ്ത്തോ ഹൈറ്റോ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത്, അതിനൊരു വോളിയം ഉണ്ടെന്നേ വന്നിട്ടുള്ളൂ. സോ ആ പെട്ടിക്ക് ചിലപ്പം ഹൈറ്റ് കൂടുതലാവാം, അല്ലെങ്കിൽ ബ്രെഡ്ത്ത് കൂടുതലാവാം, അല്ലെങ്കിൽ ലെങ്ത് കൂടുതലാവാം, എങ്ങനെ ഇരിക്കുന്നൊരു പെട്ടിയാവാം. അതെങ്ങനെ ഇരുന്നാലും ആ പെട്ടിക്ക് ഏറ്റവും ലീസ്റ്റ് സർഫസ് ഏരിയ വരാം. സർഫസ് ഏരിയ, വോളിയം അല്ല, സർഫസ് ഏരിയ. എന്താ ഞാൻ പറയാം, ഇതാ താഴോട്ട് വാ. ഇതാണ് നമ്മുടെ പെട്ടീനെ കൺസിഡർ ചെയ്യും. ഇവിടെ എന്താ, ഈ പെട്ടിക്ക് ഉണ്ട് ഒരു ഹൈറ്റ് ഉണ്ട്, ഒരു ലെങ്ത് ഉണ്ട്, ഒരു ബ്രെഡ്ത്തും ഉണ്ട്. ഓക്കെ, പെട്ടിക്ക് അടപ്പില്ല, അതാലോചിക്കണം. ഇതിന്റെ വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ചോണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ രൂപം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതെങ്ങനെയാന്ന് കാണിച്ചു തരട്ടെ. അതായത് എനിക്ക് വോളിയം കോൺസ്റ്റന്റ് ആക്കി മാത്രം വെച്ചാൽ മതി. ഓക്കെ, കാരണം നമ്മുടെ അടുത്ത് ഓൾറെഡി ലെങ്ത് എന്താണോ ബ്രെഡ്ത്ത് എന്താണോ ഹൈറ്റ് എന്താണോ പറഞ്ഞിട്ടില്ല, ലീസ്റ്റ് സർഫസ് ഏരിയ ആയിരിക്കുകയും വേണം. അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ, ലിഡും ഇല്ല. അപ്പൊ എന്താ, ഇതിന് ലീസ്റ്റ് സർഫസ് ഏരിയ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, വോളിയം വി ആന്നേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഈ വോളിയം കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് എനിക്ക് ഇതിനെ പല ഷേപ്പിൽ ആക്കാം. പല ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ റെക്ടാങ്കിൾ തന്നെ. എന്താണെന്ന് കാണിച്ചു തരാം. അതായത് ആ നോക്ക്, ഇവിടെ എന്താ, ഇവിടെ ഈ പെട്ടിക്ക് ഹൈറ്റിനെക്കാട്ടി കൂടുതൽ ലെങ്തും ബ്രെഡ്ത്തുവാ. ഓക്കെ, മേളിലൊരു സ്ക്വയർ പോലെ ഓൾമോസ്റ്റ് ഇരിക്കുന്ന, ഞാൻ ഇതിന്റെ ഹൈറ്റ് അങ്ങ് കുറച്ച് ലെങ്തും ബ്രെഡ്ത്തും കൂട്ടാൻ നോക്കിയാലോ, അതായത് ഇങ്ങനെ കണ്ടോ, വോളിയം കോൺസ്റ്റന്റാ, വോളിയം മാറ്റുന്നില്ല. ഞാൻ ഹൈറ്റ് കുറയ്ക്കുന്നതനുസരിച്ച് ലെങ്തും ബ്രെഡ്ത്തും കൂട്ടുന്നുണ്ട്, മനസ്സിലായോ? അതായത് ഒരു പെട്ടി അടിച്ചു പരത്തി എങ്ങനെ ഇരിക്കും, അപ്പോഴത്തെ വോളിയം കുറയത്തില്ല. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്, ഇതിരിക്കുന്ന സർഫസ് ഏരിയ നോക്കിയേ, അതായത് മറ്റേ പിസയുടെ ഒക്കെ പെട്ടിയുടെ കൂട്ട്, ഇതിന്റെ സർഫസ് ഏരിയ ഭയങ്കര ഭീകരമല്ലേ. നിങ്ങൾ നോക്ക്, ഇതിനെ കൊണ്ടുപോയിട്ട് എനിക്ക് നോർമൽ സ്ഥലത്ത് വെക്കാൻ പറ്റുമോ? ഇല്ലല്ല, നല്ല സർഫസ് ഏരിയ എടുക്കത്തില്ലേ, കാരണം അത് ഇരിക്കാൻ തന്നെ അതിന് എന്തോ സ്പേസ് വേണം നോക്ക്. ഓക്കെ, ലീസ്റ്റ് സർഫസ് ഏരിയ നമ്മളോട് വന്നേക്കുന്നത്, മാക്സിമം സർഫസ് ഏരിയ ഒന്നുമല്ല. അപ്പൊ ഞാൻ ഇതിനെ ഇങ്ങനെ അടിച്ച് പരത്തിക്കൊണ്ട് ഹൈറ്റ് കുറച്ചതാണ്ട് ഇത്രയും വലിയൊരു ബോക്സ് കിട്ടും. വോളിയം സെയിം ആണ്, പക്ഷേ ഈ ബോക്സ് കൈകാര്യം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം നല്ല സൈസാ. അതിനൊരു കാര്യം ചെയ്യാം, ഹൈറ്റ് കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക, ലെങ്തും ബ്രെഡ്ത്തും കുറയ്ക്കാൻ പോകും. ഇങ്ങനെ ചെയ്താൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അതായത് പെട്ടിയുടെ പൊക്കം കൂടിക്കൊണ്ടിരിക്കുക. അതിനെ കൊണ്ടുപോയി വെക്കാൻ എന്താണ്, അതിനും ഒരു നല്ല സർഫസ് ഏരിയ വേണം. അതായത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണേ, ഒരു ഉയരം കൂടിയ പെട്ടി നിങ്ങൾക്ക് കൊണ്ടുപോയി വെക്കാൻ നല്ല പാടല്ലേ, കാരണം അത് മേപ്പോട്ട് നല്ല സർഫസ് ഏരിയ എടുക്കുമല്ല, മേപ്പോട്ട് നല്ല സ്പേസ് എടുക്കുമല്ല, ഒരു നല്ല ഉയരം കൂടിയൊരു പെട്ടി കൊണ്ടുപോയി വെക്കാൻ. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? വേണ്ടേ, ഞാൻ അതിന്റെ ഹൈറ്റ് അങ്ങ് ക്രമാതീതമായിട്ട് കൂട്ടിയാണ്ടേ, ഇത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നല്ല ഹൈറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു പെട്ടി കൊണ്ടുവെക്കാൻ നമുക്ക് നല്ല പാടല്ലേ കൈകാര്യം ചെയ്യാം, കാരണം ഇത് നല്ല സർഫസ് ഏരിയ എടുക്കും. ഇവിടെ സർഫസ് ഏരിയ വേരി ചെയ്യാം, മനസ്സിലായില്ലേ? അതായത് ഈ കേസിൽ നോക്ക്, ഈ കേസിൽ വലിയ സർഫസ് ഏരിയ ഉണ്ട്, കണ്ടോ, വലിയ സർഫസ് ഏരിയ. അതുപോലെ ഈ കേസിലും വലിയ സർഫസ് ഏരിയ. നിങ്ങൾ ചിന്തിക്കുന്നത് ഈ താഴെ ഇരിക്കുന്ന അത്രയും ഭാഗം മാത്രം സർഫസ് ഏരിയ എന്നോ? അല്ല, സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ മൊത്തം സർഫസുകളുടെ ഏരിയ. ഇവിടെ സർഫസ് ഏരിയ കൂടാൻ കാരണം എന്താ, ഇവിടെ വലിയ ലെങ്തും വലിയ ബ്രെഡ്ത്തും ചെറിയ ഹൈറ്റും ഉള്ള. ഓക്കെ, ഇവിടുത്തെ പ്രശ്നം എന്താ, വലിയ ഹൈറ്റും ചെറിയ ലെങ്തും ചെറിയ ബ്രെഡ്ത്തും ഉള്ളത്, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചോദിക്കല്, വോളിയം കോൺസ്റ്റന്റ് അല്ലേ, സർഫസ് ഏരിയ വേരി ചെയ്യുന്നു. സർഫസ് ഏരിയ വേരി ചെയ്യും, അതുകൊണ്ടല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലീസ്റ്റ് സർഫസ് ഏരിയ ഉള്ള കണ്ടുപിടിക്കാൻ. വോളിയം ആണ് കോൺസ്റ്റന്റ്, സർഫസ് ഏരിയ മാറും. അതെന്താണെന്ന് മനസ്സിലായില്ലേ? ഈ പെട്ടി കണ്ടോ, വലിയ പരന്ന പെട്ടി, ഇതിനെ കൈകാര്യം ചെയ്യാൻ നല്ല പാടാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല സർഫസ് ഏരിയ ഉണ്ടെന്ന്. അതുപോലെ നല്ല നീളം കൂടിയ പെട്ടി, ഇത് കൈകാര്യം ചെയ്യാൻ നല്ല പാടാണ്. ഇതിന് നല്ല സർഫസ് ഏരിയ ഉണ്ടെന്ന് അറിയാം. ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല, ഈ താഴെ ഈ കാണുന്ന ഇവരിയ്ക്കുന്ന സ്പേസ് മാത്രം സർഫസ് ഏരിയ, ഈ കാണുന്ന എല്ലാ സർഫസ് ഏരിയ. ഓക്കെ, പക്ഷെ ഇത് നോക്ക്, ഇത് കോമ്പാക്ട് സൈസ് അല്ലേ, നമുക്ക് സുഖത്തെ എടുത്തോണ്ട് പോക്കൂടെ. ഇതിന് വളരെ ചെറിയ സർഫസ് ഏരിയ അല്ലേ ഉള്ളു. ഓക്കെ, ഇതിന് നോക്കുക, ഈ ഒരു പോയിന്റ് തൊട്ട്
ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ ഇതിന് വളരെ ചെറിയ സർഫസ് ഏരിയ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര സുഖം. പക്ഷെ അത് കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ നല്ല പാടാം. ഒന്നുകിൽ എന്താ അതിന് നല്ല വീതി കൂടി, അല്ലെങ്കിൽ എന്താ ഭയങ്കര നീളം കൂടി. ഓക്കെ, ഇതാ ബേസിക്കലി നമ്മളോട് വന്നേക്കുന്നത് ലീസ്റ്റ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ പറഞ്ഞത്? ലീസ്റ്റ് സർഫസ് ഏരിയ. ലീസ്റ്റ് എന്താണ്? മിനിമ. അപ്പൊ എന്ത്? ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പൊ എന്ത്? ഡെറിവേറ്റീവ്. ഓക്കെ, നേരെ വാ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ നേരെ ഡെറിവേറ്റീവിന്റെ രീതിയിൽ തന്നെ ചെയ്യുന്ന വരാം. എന്ത് ചെയ്തു? നമുക്കൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സിന് ഒരു വോളിയം ബി ഉണ്ട്, ലിഡ് ഇല്ല. നമ്മളിവിടെ വന്നേക്കുന്നത് എന്താ? അതിന്റെ വോളിയം ബി എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അതിനെക്കുറിച്ച് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ നമ്മളങ്ങ് അസ്യൂം ചെയ്യുക അതിന്റെ ബോട്ടം എന്ന് പറഞ്ഞ സ്ക്വയർ ആയിരിക്കും എന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പൊ ബോട്ടം എന്താണ്? അതായത് ആ ബോക്സ് ഇരിക്കുന്നതിന്റെ അടിഭാഗം ഒരു സ്ക്വയർ ആണ്. അതിന്റെ സൈഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ്. ഓക്കെ, അതുപോലെ ഹൈറ്റ് വൈയും വോളിയം വിയും. പിന്നെ ടോട്ടൽ വോളിയം ഓഫ് എ റെക്ടാങ്കിൾ എന്തോന്നാ? ഹൈറ്റ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലേ? അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ഇൻറ്റു വൈ. മനസ്സിലായില്ലേ? വോളിയം എന്താ പറയുന്നത്? ഈ ടോട്ടൽ സർഫസ് ഏരിയ എന്തോന്നാ? എക്സ് സ്ക്വയർ പ്ലസ് 4xy. ഇവിടെ 4xy മാത്രം വന്നെങ്ങനെ അറിയാം? അതായത് ലിഡ് ഇല്ല, അതായത് മേളില് ഒരടപ്പില്ല. സോ അതിനൊരു സർഫസ് ഏരിയ ഇല്ല, മേളിൽ ഓപ്പണാ. അപ്പൊ നമുക്ക് വേണ്ടുന്നത് 4 സൈഡും താഴത്തെ ബോട്ടം സൈഡ് മാത്രം നോക്കിയാൽ മതി. ബോട്ടം സൈഡിന്റെ ഏരിയ എന്താ? എക്സ് സ്ക്വയർ. ഇനി 4 സൈഡിന്റെയും ഏരിയ എന്താ? 4 ടൈംസ് XY. കാരണം ഓരോ സൈഡും ഒരു റെക്ടാങ്കിൾ ആണെങ്കിൽ അതിന്റെ ഏരിയ എന്താ? എക്സ് ഇൻറ്റു വൈ. അപ്പൊ 4 സൈഡ് ഉണ്ടല്ലോ, 4 സൈഡും താഴത്തെ ഒരു സൈഡ് വന്നല്ലോ. അപ്പൊ 4 സൈഡ് 4xy, താഴത്തെ സൈഡ് എക്സ് സ്ക്വയറും വരും. അപ്പം ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 4xy. ഇനി നമ്മള് എന്താ ഏരിയ ഇൻ ടേംസ് ഓഫ് എക്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പോവാം. നമ്മളിപ്പോ എന്താ പഠിച്ചേ? വി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ എന്നാണല്ലോ പഠിച്ചേ. അപ്പം വൈ എന്തായിരിക്കും? ബേസിക്കലി വി ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ അല്ലേ? ഓക്കെ, അതുപോലെ ഏരിയ എന്താ? എ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4xy അല്ലേ? നമ്മളിപ്പോ പറഞ്ഞ വൈ എന്താ? വി ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. അപ്പൊ അത് നേരെ എടുത്ത് ഈ വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4v/x എന്ന് കിട്ടും. ഇനി എന്താണ് മിനിമൽ പോയിന്റ് എന്താ പറഞ്ഞത്? അപ്പൊ അത് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു മിനിമം തരാം മാക്സിമം തരാം. ഓക്കെ, നമ്മൾ ചെയ്ത് നോക്കിയാണ്. അപ്പൊ അത് ക്രിട്ടിക്കൽ പോയിന്റ് എടുക്കാൻ നോക്കുക. അതായത് ലീസ്റ്റ് സർഫസ് ഏരിയ, അതായത് ഏരിയ മിനിമം ആണ്. അപ്പൊ അത് DA/dx. DA/dx എന്ന് പറഞ്ഞാൽ 0 ആണ്. എന്നാലേ ക്രിട്ടിക്കൽ പോയിന്റിലെ വാല്യൂ കിട്ടും. എ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 4v/x. അപ്പൊ DA/dx എന്ന് പറഞ്ഞാൽ 2x മൈനസ് 4v/x സ്ക്വയർ എന്ന് കിട്ടും. അതിന്റെ അതെന്താ? ഈക്വൽ ടു 0 അങ്ങനെ നോക്കിയാൽ എക്സ് എന്ത് കിട്ടും? 4v ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്താൽ എക്സ് ഈക്വൽ ടു 2v ദ ഹോൾ റേസ് ടു 1/3 എന്ന് കിട്ടും. ഓക്കെ, എക്സ് ഈക്വൽ ടു 2v ദ ഹോൾ റേസ് ടു 1/3. ഇനി തൊട്ട് മുമ്പേ നമ്മൾ കണ്ടുപിടിച്ച എന്താ? y ഈക്വൽ ടു v ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. എവിടെ? ഇവിടെ അല്ലേ? y ഈക്വൽ ടു v ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. അപ്പം അതിലോട്ട് നമ്മുടെ ഈ എക്സിന്റെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്താ കിട്ടും? y ഈക്വൽ ടു v റേസ് ടു 1/3 ഇൻറ്റു 2 റേസ് ടു മൈനസ് 2/3. അത്രയും കിട്ടിയേ? അതിന് നമുക്ക് എക്സും കിട്ടി വൈയും കിട്ടി. ഇനി എക്സ് ഡിവൈഡ് ബൈ വൈ എന്ന് പറഞ്ഞ റേഷ്യോ എടുത്താൽ നമുക്ക് എന്താ കിട്ടും? 2v the whole raised to 1/3 divided by v raised to 1/3 into 2 raised to minus 2/3. അതായത് കിട്ടും 2 കിട്ടും. അതായത് x divided by y equal to 2 അല്ലെങ്കിൽ x equal to 2y. അങ്ങനെ കിട്ടിയേ x equal to 2y. നമ്മൾ പറഞ്ഞ എന്താ? നമ്മുടെ ബോട്ടം സൈഡ് നമ്മളൊരു സ്ക്വയർ ആണ് കൺസിഡർ ചെയ്ത് അല്ലേ? അതിന്റെ ഈച്ച് സൈഡിൽ എന്താ x എന്ന് കൺസിഡർ ചെയ്ത്. ഈ പെട്ടിക്ക് മിനിമം സർഫസ് ഏരിയ വരണമെങ്കിൽ x ഈക്വൽ ടു 2y ആവണം. അതായത് ബോട്ടം സൈഡ് എന്ന് പറഞ്ഞാൽ ഈസ് ടോയ്സ് ദ സൈസ് ഓഫ് ഹൈറ്റ് വരണം. അതായത് ഈ ബോട്ടത്തിലുള്ള സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് ഹൈറ്റിനെക്കാട്ടിൽ 2 ടൈംസ് കൂടുതലാണെങ്കിൽ അതിന് ലീസ്റ്റ് സർഫസ് ഏരിയ ആയിരിക്കാം എന്നാണ് പറയുന്നത്. അതിന്റെ ഏരിയ എന്തോന്നാ? ഏരിയ ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടുവച്ചു, എക്സ് സ്ക്വയർ പ്ലസ് 4v/x എന്ന്. ഏതാണ്ട് ഇവിടെ എന്ത്? ഏരിയ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4v/x എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പൊ നമുക്ക് x/y എന്ന് പറഞ്ഞ വാല്യൂ എന്താണെന്ന് അറിയാം, അല്ലെ x ഈക്വൽ ടു 2y എന്ന് അറിയാം. അതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ മിനിമം എന്ന് പറയുന്നത് 3 ഇൻറ്റു 2 റേസ് ടു 1/3 ഇൻറ്റു v റേസ് ടു 2/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പം മിനിമം ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ
നമുക്ക് ഈ വോളിയം അറിയാമെങ്കിൽ ഈ വോളിയം കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് മിനിമം ഏരിയ കിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് മിനിമം ഏരിയ ആവണമെങ്കിൽ മിനിമം സർഫസ് ഏരിയ ആവണമെന്നുള്ള കണ്ടീഷൻ എന്ന് വെച്ചാൽ സൈഡിലത്തെ ആ സ്ക്വയറിന്റെ ലെങ്ത് നമ്മൾ എടുത്തത് സ്ക്വയറാ. ഓക്കെ, ഈ കേസിൽ നമ്മൾ എടുത്തത് സ്ക്വയറാ. വേണമെങ്കിൽ നമുക്ക് റെക്ടാംഗിൾ എന്തോ എടുക്കാന്ന് വെച്ചാൽ നമ്മൾ സ്ക്വയർ എടുത്തു ഫോർ ദ സിംപ്ലിസിറ്റി. എടുത്തത് സ്ക്വയർ ആണെങ്കിൽ ആ പെട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ താഴെ കാണുന്ന സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്ന ആ പെട്ടിയുടെ ഹൈറ്റിന്റെ 2 ടൈംസ് ആയിരിക്കണം. മനസ്സിലായോ? ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് മിനിമം ഏരിയ കിട്ടി. അതായത് ബേസിക്കലി ഒരു പെട്ടി ഉണ്ടാക്കി വെച്ച് ഒരു പെട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മളോട് പറയുക എന്ത് പെട്ടി ഉണ്ടാക്കുന്ന ഫാക്ടറിക്കാര് ആ പെട്ടികൾ അടുക്കി വെച്ച് അതിന് ലീസ്റ്റ് സർഫസ് ഏരിയ ആയിരിക്കണം. എന്തിന്? എന്നാലേ കൂടുതൽ പെട്ടി അടുക്കി വെക്കാൻ പറ്റൂ. പക്ഷെ അതിന്റെ വോളിയം എന്ന് പറയുന്നത് ഇത്രയായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൺസിക്യൂട്ടീവ് ആയിട്ട് കുറെ പെട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കണ്ട ഇതിൽ ഏറ്റവും ഏത് പെട്ടിയെ മിനിമം എന്ന് പറയുന്ന പെട്ടി. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? മിനിമം ഏരിയ ഉള്ളൊരു പെട്ടിയുടെ മീൻസ് മിനിമം ഏരിയ ഒരു പെട്ടിക്ക് വേണമെങ്കിൽ അതിന്റെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. അതിന്റെ സൈഡ് ലെങ്ത് സ്ക്വയർ ആണെങ്കിൽ ആ സ്ക്വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 ടൈംസ് അതിന്റെ ഹൈറ്റ് ആയിരിക്കണം. അതിന്റെ അങ്ങനെ കിട്ടുന്ന മിനിമം ഏരിയ എന്ന് പറയുന്നത് 3 × 2⁻1/3 × v⁻2/3. സോ ഇങ്ങനെ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ഇത് വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ പെട്ടികളുടെ ഡെമോ ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത് ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഏറ്റവും ലീസ്റ്റ് സർഫസ് ഏരിയ എടുക്കുന്ന പെട്ടി ഏതാണ്. ഇനി വേറൊരു വഴിയും കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞത് ഇവിടെ v കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? dv/dx കോൺസ്റ്റന്റോ. ഈ കേസിൽ v എന്താ? x² × y ആ. അപ്പൊ dv/dx എന്തോ x² × dy/dx + 2xy എന്ന് കിട്ടും. കിട്ടിയേ? dv/dx 0, അപ്പൊ ഈക്വൽ ടു 0. അപ്പൊ x² × dy/dx എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഈക്വൽ ടു -2xy എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ dy/dx ഈക്വൽ ടു -2y/x എന്ന് കിട്ടും. കിട്ടിയേ? ഇനി നമ്മള് നേരത്തെ നമ്മുടെ ഏരിയ പറഞ്ഞ എന്താ? x² + 4xy എന്നല്ലേ. അപ്പം നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക dA/dx. dA/dx എടുക്കുക നമുക്ക് എന്താ കിട്ടും? 2x + 4y + 4x × dy/dx എന്ന് കിട്ടി. അത് ഡയറക്റ്റ് ആയിട്ട് ഈ dA/dx എന്ന് എടുത്ത് തൊട്ട് മുമ്പേ നമ്മൾ ചെയ്ത് എന്തോന്നാ? നമ്മുടെ എയെ ഇൻ ടേംസ് ഓഫ് വോളിയം റെപ്രസെന്റ് ചെയ്ത് വെച്ച്. മനസ്സിലായോ? ഇവിടെ നോക്ക്, ഇവിടെ എ ഇൻ ടേംസ് ഓഫ് വോളിയം നമ്മൾ എടുത്ത്. പക്ഷെ നമ്മൾ നേരെ താഴെ എന്താ ചെയ്തേ? നമ്മള് വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് വോളിയത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഏരിയ എക്സിന്റെയും വൈന്റെയും ടൈമിൽ തന്നെ കീപ്പ് ചെയ്ത്. കണ്ടോ? അപ്പൊ എന്താ dA/dx എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈ വാല്യൂ കിട്ടി. ഓക്കെ, അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് വന്നാൽ dA/dx എന്ന് പറഞ്ഞാൽ 2x - 4y എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ പറഞ്ഞ ക്രിട്ടിക്കൽ പോയിന്റ്. അങ്ങനെ ക്രിട്ടിക്കൽ പോയിന്റ് എടുത്താൽ dA/dx എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സിംപ്ലിഫൈഡ് ഇക്വേഷനിലോട്ട് നമ്മൾ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ dA/dx എടുക്കുമ്പോൾ 2x + 4y + 4x × dy/dx എന്ന് കിട്ടി. നമ്മൾ തൊട്ട് മേളിൽ തന്നെ dy/dx എന്നത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഏത്? dv/dx ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫൈനലി dy/dx ഈക്വൽ ടു -2y/x എന്ന് കിട്ടി. സോ ആ വാല്യൂ എടുത്താണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്തു വന്നപ്പോഴാണ് dA/dx ഈക്വൽ ടു 2x - 4y എന്ന് നമുക്ക് കിട്ടിയത്. നമുക്ക് വേണ്ടത് മിനിമം ഏരിയ, അതായത് ക്രിട്ടിക്കൽ പോയിന്റ്. അവിടെ എന്തായിരിക്കും? dA/dx 0 ആയിരിക്കും. അതുപോലെ തന്നെ 2x - 4y = 0, 2x = 4y, x = 2y. അതായത് നമുക്ക് ഇവിടുന്ന് എന്ത് റിലേഷൻ ആയിട്ട് x = 2y. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഏരിയ ഇൻ ടേംസ് ഓഫ് വോളിയം അല്ല നമ്മൾ ചെയ്തത് ഈ സെക്കൻഡ് മെത്തേഡില്. ഫസ്റ്റ് മെത്തേഡ് എന്താ? ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഏരിയ ഇൻ ടേംസ് ഓഫ് വോളിയം ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, എവിടെ കണ്ട ഇവിടെ റെപ്രസെന്റ് ചെയ്ത് എങ്ങനെ? ഏരിയ ഇൻ ടേംസ് ഓഫ് വോളിയം. കണ്ടോ? അപ്പൊ നമുക്ക് ആ റിലേഷൻഷിപ്പും കിട്ടി. ഇവിടെ എ മിനിമം എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് വോളിയം നമ്മൾ കിടക്കുന്നത്. അതായത് നമ്മളൊരു പെട്ടി ഉണ്ടാക്കുന്ന കമ്പനിയിലുള്ള ഒരാളാണെങ്കിൽ നമ്മളോട് ഒരാള് എന്താ കമ്പനിയിലോട്ട് ഓർഡർ ചെയ്യാൻ വരിക, ഞങ്ങൾക്ക് ഇത്ര പെട്ടികൾ വേണം, ആ പെട്ടിക്ക് ലീസ്റ്റ് സർഫസ് ഏരിയ ആയിരിക്കണം, എന്നാൽ അതിന്റെ വോളിയം ഇത്രയായിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ഈ ഇക്വേഷൻ വെച്ചിട്ട് സുഖത്തെ കണ്ടുപിടിക്കാം. പക്ഷെ ഇതിന്റെ താഴെ നോക്ക്, നമ്മൾ ഇപ്പൊ ഈ ചെയ്ത രണ്ടാമത്തെ മെത്തേഡ് വെച്ചിട്ട് ഏരിയ ഇൻ ടേംസ് ഓഫ് വോളിയം ഇല്ല. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയതേ ഉള്ളൂ. മനസ്സിലായോ? അതാണ് സെക്കൻഡ് മെത്തേഡിന്റെ ലിമിറ്റേഷൻ. സോ ഇതിപ്പോ റിയൽ വേൾഡിൽ എങ്ങനെ ഉപയോഗപ്രദമാണെന്ന് കറക്റ്റ് മനസ്സിലായില്ല. ഞാൻ ഒരു പെട്ടി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ ഒരു പുള്ളിയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഓർഡർ അവർ പറയുന്ന മിനിമം സർഫസ് ഏരിയ ആണ്. എനിക്ക് ഇത് ഇക്വേഷൻ മതി. എനിക്ക് ചുമ്മാ ആവശ്യമില്ലാതെ കുറെ മോഡലുകളുടെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി വെക്കണ്ട. ഓക്കെ, ഇതാണ് എന്റെ ജസ്റ്റ് ഒരു കൺക്ലൂഷൻ. അതായത്
ഇവിടെ ഏരിയ മിനിമം ടൈപ്സ് ഓഫ് വോളിയം നമുക്ക് കിട്ടി. ഓക്കെ, അതുപോലെ റിലേഷൻഷിപ്പും കിട്ടി. ദാ ഇവിടെ നോക്ക്, നമ്മൾ പറഞ്ഞ എന്താണ്, സർഫസ് ഏരിയ മിനിമം ആവണമെങ്കിൽ ഈ സൈഡ് ലെങ്ത് എന്താവണം, ഈ പറഞ്ഞ ഹൈറ്റിന്റെ 2 ടൈംസ് ആയിരിക്കണം. അങ്ങനത്തെ കണ്ടീഷനായി കാണുന്ന മഞ്ഞയല്ല. ഓക്കെ, ഓൾമോസ്റ്റ് കണ്ട ഈ ഒരു പോയിന്റിൽ ഓൾമോസ്റ്റ് അവർ മിനിമം ആയിരിക്കും. പക്ഷെ ഈ പോയിന്റ് കഴിയുന്നതാണ് കണ്ട റിസ്ക് കൂടാൻ തുടങ്ങും. കണ്ട, ഇത് വെയിറ്റ് റിസ്ക് ചെയ്യും. പക്ഷെ ഇവിടെ ഈ പോയിന്റ് ഇവിടെ ഇവർ ഓക്കെയാണ്. പക്ഷെ അതേ താപ്പോട്ട് വരുമ്പോൾ റിസ്ക് കൂടാൻ തുടങ്ങും, വെരി റിസ്ക് ചെയ്യാം. അപ്പോൾ ഒരു എക്സാക്ട് ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ, ഇവര് പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈ ആണ്. ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റ്, ഈ പോയിന്റിൽ പെട്ടിയുടെ സർഫസ് ഏരിയ മിനിമം ആണ്. ആ ആപ്ലിക്കേഷനും കിട്ടിയേ. ഇനി നിർത്തുന്നതിന് എനിക്ക് ഇമ്പോർട്ടന്റ് ഒരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റ് മെത്തേഡിൽ, ഓക്കെ, ഞാൻ ഇതിൻ്റെ അത് കുറച്ച് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ എന്താന്ന് പറയാം. നമ്മുടെ ഫസ്റ്റ് മെത്തേഡിൽ എന്ത്, നമ്മൾ ഏരിയ ഇൻ ടേംസ് ഓഫ് വോളിയം മാത്രമല്ല നമ്മൾ കണ്ടുപിടിച്ച, ഏരിയ ഇൻ ടേംസ് ഓഫ് വോളിയം കണ്ടുപിടിച്ചു, എക്സിന്റെയും വൈയുടെ റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചു, വേറൊരു കാര്യം കണ്ടുപിടിച്ചു, എക്സിന്റെയും വൈയുടെ ആക്ച്വൽ വാല്യൂ എന്തോ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, മെത്തേഡ് 1 ഇതാണ്ട് എക്സിന്റെ വാല്യൂ ഇതാ 2v⁻⁻⁴. അപ്പൊ ഇതേ വാല്യൂ വെച്ച് നമുക്ക് എന്ത് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ, y = v/x². അവിടെ എക്സിന്റെ നമുക്ക് ഓൾറെഡി കിട്ടിയല്ലോ, എന്ത് 2v⁻⁻⁴. അപ്പൊ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടും. മനസ്സിലായി? അതായത് ഫസ്റ്റ് മെത്തേഡിൽ കൂടെ നമുക്ക് വേണ്ട വൈയുടെ വാല്യൂയും കിട്ടി. ഇത് ഫസ്റ്റ് മെത്തേഡിൽ കൂടെ നമുക്ക് എക്സിന്റെയും വാല്യൂ കിട്ടി, വൈയുടെയും വാല്യൂ കിട്ടി, അതുപോലെ തന്നെ അവരുടെ റേഷ്യോയും കിട്ടി, മിനിമം ഏരിയയും കിട്ടി. ഇനി ഒരു സംശയം അല്ല, ഒരു കാര്യം പറയട്ടെ, ഇത് ഇവിടെയും നമ്മൾ എന്താണ് dA/dx 0 എന്നാണ് എടുത്ത ഫസ്റ്റ് മെത്തേഡിലും, അല്ലേ? എന്ത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്, കാരണം നമുക്ക് മിനിമൽ സർഫസ് ഏരിയ ആണല്ലോ വേണ്ടത്. അപ്പൊ മിനിമൽ സർഫസ് ഏരിയ ഇരിക്കുന്നത് മിനിമയിലാണല്ലോ, അപ്പൊ അതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടല്ലേ നമ്മൾ dA/dx 0 എന്ന് എടുത്തത്. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞു മിനിമം വരാം മാക്സിമം വരാം. തൊട്ട് മുമ്പ് വന്ന മറ്റേ വയറ് കട്ട് ചെയ്ത് സ്ക്വയർ ആക്കുന്ന കേസിൽ നമ്മൾ ബൗണ്ടറി നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ ബൗണ്ടറി നോക്കി. ഇവിടെ നമ്മൾ എന്ത് ബൗണ്ടറി നോക്കും? കാരണം അവിടെ നമുക്കറിയാം വയറിന്റെ ലെങ്ത് ഒരിക്കലും 0 ആവത്തില്ല, 1 കൂടുതലും പോകത്തില്ല. കാരണം വയറിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്ന 1 മീറ്ററാണ്. പക്ഷെ ഇവിടെ എന്ത് ബൗണ്ടറി? ഇവിടെ നമുക്കത് നോക്കാൻ പറ്റിയില്ലല്ലോ. ഓക്കെ, അവിടെയാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വരുന്നത്. ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താന്ന് വെച്ചാൽ, നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ ആ ഗ്രാഫിന്റെ അകത്തൂടെ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് പോകുന്നത്, മീൻസ് എങ്ങനെ ഒരു ഗ്രാഫ് കണ്ടാൽ നമുക്ക് വരയ്ക്കാം എന്ന് പറയുന്നിടത്ത് ക്ലിയർ കട്ടായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റിന്റെ അകത്ത് എങ്ങനെയാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ലൈൻ ബെൻഡ് ചെയ്യുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു നോളജ് ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാവും. അതറിയാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, സോ ഐ ബെറ്റർ റെക്കമെൻഡ് ടു വാച്ച് ദാറ്റ്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റും, കാരണം അത് മനസ്സിലായാലും ഈ ഒരു ഐഡിയ അങ്ങോട്ട് കത്തും. കാരണം വിഷ്വലി ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുക എന്നതാണ് എനിക്ക് വേണ്ടുന്നൊരു കാര്യം. അപ്പൊ അതിനുവേണ്ടി വിഷ്വലി അതിന്റെ ഒരു കോർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടണം. അതിനുവേണ്ടി ഞാൻ ഇത് അത്രയും ചെയ്തു വെച്ചത്. അത് ലെങ്തിയാണ്, അതാണ് അതിന്റെ കുഴപ്പം. അപ്പൊ നമ്മൾ പറഞ്ഞ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താന്ന് പറയാം. അതായത് നമ്മളിപ്പോ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചത് ഫസ്റ്റ് മെത്തേഡിലും സെക്കൻഡ് മെത്തേഡിലും നമ്മൾ എന്ത് ചെയ്ത് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചു. ഓക്കെ, കണ്ട dA/dx 0 അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വന്നിട്ടാണ് നമ്മൾ എടുത്തത്. പക്ഷെ ആ ക്രിട്ടിക്കൽ പോയിന്റ് മിനിമം ആണോ മാക്സിമം നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കത് മിനിമം ആണോ മാക്സിമം ആണോ അറിയാൻ പറ്റും. എങ്ങനെ? നമ്മളത് ഈ ഒരു പോയിന്റ് വരെ എത്തി. എന്ത് ക്രിട്ടിക്കൽ പോയിന്റ് എടുത്ത് dA/dx എത്തി, നമുക്ക് x = 2v⁻⁻⁴ എന്ന് പറഞ്ഞൊരു വാല്യൂ വരെ എത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇവിടെ നടത്തി കളയാം. ഇത് മിനിമം ആണോ മാക്സിമം ആണോ എന്നറിയാം. ഓക്കെ, അതായത് നമ്മൾ ഏരിയയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണല്ലോ എടുക്കുന്നത്, ക്രിട്ടിക്കൽ പോയിന്റ് ആണോ അറിയാൻ. അതായത് ഈ കേസിൽ സർഫസ് ഏരിയ ആണല്ലോ. അപ്പം ആ സർഫസ് ഏരിയയുടെ ഡെറിവേറ്റീവ് ആണല്ലോ എടുക്കുന്നത്. ആ സർഫസ് ഏരിയയുടെ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ അതാണ് അവരുടെ ക്രിട്ടിക്കൽ പോയിന്റിലാണ് പറയുന്നത്. അപ്പൊ സർഫസ് ഏരിയയുടെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതേ സർഫസ് ഏരിയയുടെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് എടുക്കാം. ഓക്കെ, അത് ജസ്റ്റ് നോക്ക്. സർഫസ് ഏരിയയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ? 2x - 4v/x². എവിടെ നിന്ന് കിട്ടി? അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, dA/dx അല്ലേ. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താലോ, ഇതിന്റെ തന്നെ ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടി? 2 + 8v/x³. ഓക്കെ, നമ്മുടെ ഇവിടെ x എന്തോന്ന് കിട്ടിയിട്ടുണ്ട്?
2v the whole raised to 1/3. അപ്പോൾ അത് എക്സ് ക്യൂബിന് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 2 + 8v/2v എന്ന് കിട്ടി. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 + 4 6 കിട്ടി. എന്ത്? സെക്കൻഡ് ഡെറിവേറ്റീവ് 6. അതിൻ്റെ അർത്ഥം എന്താ? സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവാ. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുന്നതിന്റെ ഒരേ ഒരു മീനിങ്ങേ ഉള്ളൂ, അത് കോൺകേവ് അപ്പ. മനസ്സിലായി? അത് കോൺകേവ് അപ്പായിട്ട് പോകുന്നൊരു ഫംഗ്ഷനാ. ഓക്കെ, എന്തുകൊണ്ടാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് കോൺകേവ് അപ്പെന്ന് മനസ്സിലാകണമെങ്കിൽ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് അറിഞ്ഞേ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പേ വന്ന ലൈൻ ട്രാവേഴ്സിംഗിൽ ചെറുതായിട്ടൊന്ന് വന്നിട്ടുള്ളൂ, പക്ഷെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ ക്ലിയർ കട്ടായിട്ട് അറിയാൻ പറ്റൂ. അതിനുവേണ്ടി ഒരു എൻ്റെ സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ കിട്ടിയ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോൺകേവ് അപ്പ. സെക്കൻഡ് ഡെറിവേറ്റീവ് കോൺകേവ് അപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ ഒരു യു പോലിരിക്കും. അതിപ്പോ ഇവിടെ ഒരു ഗ്രാഫിലില്ല. നമ്മളെന്തിനാ ഒരുപാട് തപ്പിപ്പോകുന്നത്? നമ്മുടെ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ തന്നെ യു പോലെ ഒരു ഗ്രാഫ് ഉണ്ട്. ഓക്കെ, ബേസിക്കലി ഇതെന്താണെന്ന് അറിയാത്തവർക്ക് നമ്മൾ ഫസ്റ്റ് വന്ന് നമ്മൾ ആപ്ലിക്കേഷൻ എക്സാമ്പിളാണ്. ഒരു വയർ കട്ട് ചെയ്ത 2 സ്ക്വയർ കിട്ടിയാൽ ആ സ്ക്വയറിന് വരാൻ പറ്റിയ ലാർജസ്റ്റ് സ്ക്വയറിന് വരാൻ പറ്റിയ മാക്സിമം ഏരിയ എന്താണെന്നുള്ള ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേ കാര്യം തന്നെ ഇത്. അപ്പം അതിൻ്റെ അകത്തും നമ്മൾ ഇതുപോലെ ഒരു സിറ്റുവേഷനിലെത്തി. നമുക്കൊരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി, പക്ഷെ നമുക്ക് അറിയില്ല ആ ക്രിട്ടിക്കൽ പോയിന്റ് മാക്സിമം ആണോ മിനിമം ആണോ എന്ന്. അതിന്റെ കാരണം എന്താ? അതായത് ഇത് നോക്ക്, ഈ കർവ് ഏതാന്ന് വെച്ചാൽ നമ്മൾ തുടക്കമേ പഠിക്കാനെടുത്ത. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഒരു ലോക്കൽ മിനിമം ഉണ്ട്, ലോക്കൽ മാക്സിമം ഉണ്ട്. ഈ 2 പോയിന്റിലും ഡെറിവേറ്റീവ് 0, അതായത് ടാൻജന്റ് ലൈൻ ഫ്ലാറ്റാ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്ത് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് എടുത്താൽ, അതായത് ഡെറിവേറ്റീവ് ഫ്ലാറ്റ് ആവുന്ന ഒരു പോയിന്റ് മിനിമം ആണോ മാക്സിമം ആണോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതെങ്ങനെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ട് പറ്റുമെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 കിട്ടി. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട് എന്നാ. ഓക്കെ, കൂടുതൽ കൺഫ്യൂഷൻ ആവണ്ട. അതായത് ഇപ്പം ചില പ്രത്യേക ഗ്രാഫുകൾക്ക് ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, y = x+1/x+2 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്താൽ അതിൽ നമുക്ക് എവിടെയും ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കാണാൻ പറ്റത്തില്ല. സോ ബേസിക്കലി ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ലാത്തൊരു ഗ്രാഫിൽ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ പോയി നടക്കത്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണം, എല്ലാ ഗ്രാഫിനും ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടത്തില്ല. ഓക്കെ, ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി എന്നതിന്റെ അർത്ഥം അത് മിനിമോ അല്ലെ മാക്സിമം വാല്യൂ ആവാം. അതായത് ജസ്റ്റ് ഈ കേസ് തന്നെ നോക്ക്, ഇവിടെ നമ്മൾ dA/dx = 0 എന്ന് പറഞ്ഞാൽ ഇക്വേറ്റ് ചെയ്ത്, അങ്ങനെ ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ലാസ്റ്റ് x = 2v the whole raised to 1/3 y = എന്ത് v the whole raised to 1/3 into 2 raised to -2/3 കിട്ടി. അതായത് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് dA/dx നമ്മൾ 0 ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു x വാല്യൂയും y വാല്യൂയും കിട്ടി. ആ എക്സും വൈയും കിട്ടാനുള്ള കാര്യം എന്താ? അവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇപ്പൊ ഈ എടുത്ത കർവിന് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല എങ്കിൽ നമ്മൾ അവിടെ dA/dx = 0 എന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പൊളിയും. കാരണം എങ്ങനെയാണ് ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ലാത്തൊരു ഗ്രാഫിൽ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? മനസ്സിലായോ? ബേസിക്കലി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാല്, നമുക്കൊരു ഫംഗ്ഷനിൽ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനൊന്നെങ്കിൽ ഒരു മിനിമയോ മാക്സിമയോ കാണും. മനസ്സിലായോ? അതാണ് എന്ത് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കത് ആ ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കിട്ടുന്നത് മിനിമം ആണോ മാക്സിമം ആണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ വയറിന്റെ കോൺസെപ്റ്റിൽ തന്നെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയത്? നമുക്ക് മിനിമയില് ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് എടുത്തപ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടിയ മിനിമം ആയിരുന്നു. നമുക്ക് ഇതിന്റെ മാക്സിമം പോയിന്റ് കിട്ടിയ ഈ ബൗണ്ടറീസ് എന്നാ. ഓക്കെ, ഈ ബൗണ്ടറികളിൽ കൂടെ നമുക്ക് കിട്ടിയത്. അപ്പൊ എന്താ, നമുക്ക് അവിടെ ആക്ച്വലി കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ് നമ്മളോട് മിനിമേ പറഞ്ഞു തന്നെ. പക്ഷെ നമുക്ക് അപ്പോഴും അറിയത്തില്ല അത് മിനിമം ആണോ മാക്സിമം ആണോന്ന്. നമ്മൾ എന്ത് ചെയ്ത് ബൗണ്ടറി പോയിന്റ് കൊണ്ട് എടുത്ത് ഇവാലുവേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ആ മണ്ടത്തരം മനസ്സിലായത്. ഓക്കെ, നമ്മുടെ കറന്റ് നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ് മിനിമം ആണെന്നും നമ്മുടെ ആക്ച്വൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ആ ബൗണ്ടറീസിൽ ഇരിക്കുന്ന പോയിന്റ് ആണെന്നും. സെക്കൻഡ് ഡെറിവേറ്റീവ് ആക്ച്വലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞു തരും ആ ഇരിക്കുന്ന മിനിമം ആണോ മാക്സിമം ആണോ. നമുക്ക് ബൗണ്ടറി ഒന്നും ഇവാലുവേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ഫംഗ്ഷന് ഫസ്റ്റ് സാധനം തന്നെ ഒരു ഫംഗ്ഷന് ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ ഇല്ലയോ നമ്മൾ അറിയണം. ഉണ്ട് എന്നതിന്റെ അർത്ഥം അവിടെ ഒരു മിനിമയോ മാക്സിമോ ഉണ്ട് എന്നാ. നമ്മുടെ ആവശ്യം എന്താ? നമ്മളാ കണ്ടുപിടിക്കുന്ന ക്രിട്ടിക്കൽ പോയിന്റ് മിനിമം ആണോ മാക്സിമം ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ എന്ന് പറ്റി, ഞാൻ ഈ യു ഷേപ്പിയുടെ ഒരു ഗ്രാഫ് എടുത്തു. ഓക്കെ, ഈ യു ഷേപ്പിയുടെ ഗ്രാഫ്
ഈ യു ഷേപ്ഡ് ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു കോൺകേവ് അപ്പ് ഗ്രാഫാ. ഏതാ നോക്ക്, ഒരു കോൺകേവ് അപ്പായിട്ടിരിക്കുന്ന ഗ്രാഫ് അല്ലേ. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് മനസ്സിലായി? ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 കിട്ടിയതിന്റെ അർത്ഥം അവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ അതൊരു കോൺകേവ് അപ്പ് ഗ്രാഫുവാ. ഈ രണ്ട് ഐഡിയ എനിക്ക് കിട്ടിയേ. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0ന്റെ അർത്ഥം അവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്, അത് മിനിമം എന്ന മാക്സിമം നമുക്ക് അറിയത്തില്ല. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവിന്റെ അർത്ഥം അത് കോൺകേവ് അപ്പ. ഈ രണ്ട് ലോജിക്ക് കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവിടെ എവിടോ ഒരു താന്ന പോയിന്റ് ഉണ്ട്, ഒരു താന്നിരിക്കുന്ന പോയിന്റ് ഉണ്ട്. രണ്ടാമത്തെ സെക്കൻഡ് ഡെറിവേറ്റീവ് പറയുന്നത് അതൊരു കോൺകേവ് ആയിട്ട് പോകുന്നൊരു ഗ്രാഫാ. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് വന്ന് യു പോലെ. അപ്പൊ എന്താ, ഈ യു പോലെ പോകുന്നൊരു ഗ്രാഫിലെ ക്രിട്ടിക്കൽ പോയിന്റ് ഏതാ? ഈ താഴത്തെ പോയിന്റാ. മനസ്സിലായി? അതായത് യു പോലെ പോകുന്നൊരു പോയിന്റിലെ ലോവസ്റ്റ് പോയിന്റ് ഏതാ? ഈ താഴെ ഇരിക്കുന്ന ഈ പോയിന്റാ. ഈ പോയിന്റിലെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് 0 ആണ്. അതായത് ഈ ഫംഗ്ഷനിൽ നോക്ക്, ഈ ഗ്രാഫ് എടുത്തിട്ട് തൽക്കാലം ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ മാത്രം കൺസിഡർ ചെയ്യും. ഓക്കെ, ഇങ്ങോട്ട് ഇവിടം തൊട്ട് ഇങ്ങോട്ടുള്ള ഇപ്പൊ കൺസിഡർ ചെയ്യല്ലേ, അത് പിന്നെ കൺസിഡർ ചെയ്യാം. തൽക്കാലം ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ മാത്രം കൺസിഡർ ചെയ്യാം. അപ്പൊ എന്താ, ഇവിടം തൊട്ട് ഈ പോയിന്റ് വരേക്കും ഇവൻ കോൺകേവ് അപ്പ്. അതിൽ സംശയമൊന്നുമില്ലേ? നമ്മുടെ കോൺകേവ് അപ്പ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതായത് യു പോലൊരു കർവ്. ആൻഡ് നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ണുകൊണ്ട് നോക്ക്, യു പോലിരിക്കുന്ന ഒരു കർവിൽ ഒരേ ഒരു ഭാഗത്തെ താഴ്ച കാണും. അതായത് യു പോലിരിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു ഗോലി ഉരുട്ടി വിട്ട ആ ഗോലി ആദ്യം അങ്ങ് അറ്റത്തുനിന്ന് ഉരുണ്ട് നടുക്കത്തെ കുഴിഞ്ഞ പോയിന്റ് എന്നിട്ട് പിന്നെ അപ്പുറത്ത് നിന്നിട്ട് പിന്നെ തിരിച്ചു വന്ന് അവസാനം വന്ന ഏറ്റവും കുഴിഞ്ഞ പോയിന്റിൽ തന്നെ ആ ഗോലി വന്ന് വീഴൂലേ, ഒരു യു ഷേപ്പിൽ ഒരു ഗ്ലാസ് പോലെ വെച്ചേക്കുന്നെങ്കിൽ. അപ്പൊ നമുക്ക് എന്തറിയാം, യു ഷേപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനത്തില് ഒരൊറ്റ കുഴിഞ്ഞ താഴത്തെ വാല്യൂ മാത്രമേ കാണൂ. ഓക്കെ, ഈ കാണുന്ന യു ഷേപ്പിലിരിക്കുന്ന ഈ ഗ്രാഫിലെ കുഴിഞ്ഞിട്ട് താഴത്തെ വാല്യൂ ഏതാ? ഇതല്ലേ. കണ്ണുകൊണ്ട് തന്നെ നോക്കടേ, കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂല്ലേ. ഈ കാണുന്ന യു പോലിരിക്കുന്ന ഇവിടം തൊട്ട് ഇത്രയും വരെയുള്ള പാർട്ടില് കുഴിഞ്ഞ് താഴെ ഇരിക്കുന്ന ഒരേ ഒരു പോയിന്റ് ഉള്ളത് ഇത്. അതെന്താണ്? അപ്പൊ അതല്ലേ നമ്മുടെ മിനിമ. ഓക്കെ, അത് മനസ്സിലായേ? അത് നമ്മൾ കണ്ണുകൊണ്ട് നോക്കി നമുക്ക് മനസ്സിലായതാ. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ ടാൻജന്റിനെ, അതായത് സ്ലോപ്പ് അറ്റ് എ പോയിന്റ്, അതായത് നമ്മുടെ ഡെറിവേറ്റീവിനെ ഓടിച്ച് ഈ മിനിമയിലെത്തിയപ്പോ മാത്രം എന്താ പറ്റി? അത് ഫ്ലാറ്റായി. ടാൻജന്റ് ഫ്ലാറ്റായി എന്നതിന്റെ അർത്ഥം എന്താ? സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് 0 ആണ്. സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്. ഓക്കെ, ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ നമുക്കറിയാം യു പോലിരിക്കുന്ന ഒരു കർവില് ഡെറിവേറ്റീവ് ഒരൊറ്റ എടുത്ത് 0 ആവും. എവിടാ? ആ ബോട്ടം പോയിന്റില്. ഓക്കെ, യു പോലിരിക്കുന്ന ഒരു കർവില് ഡെറിവേറ്റീവിന് ഒരൊറ്റ എടുത്തേ 0 ആവാൻ പറ്റും. അതെവിടാന്ന് ചോദിച്ചാൽ ആ വെരി ബോട്ടം പാർട്ടില്. ആൻഡ് ഡെറിവേറ്റീവ് 0 എന്ന പോയിന്റ് നമ്മൾ എന്താ വിളിക്കുന്നത്? ക്രിട്ടിക്കൽ പോയിന്റ്. അതല്ലേ വിളിക്കുന്നത്. അപ്പൊ ബേസിക്കലി ഈ കാണുന്ന നമ്മൾ ഇപ്പൊ ഈ നിൽക്കുന്ന പോയിന്റ് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ. യു പോലിരിക്കുന്ന പോയിന്റിന്റെ ആ വളരെ താഴെ കാണുന്ന ഒരു വാല്യൂ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ. ഇവിടുത്തെ ഈ ക്രിട്ടിക്കൽ പോയിന്റ് എന്താ? ഒരു മിനിമം അല്ലേ. ആക്ച്വലി നമ്മൾ ക്രാക്ക് ചെയ്തു. ഓക്കെ, ഇനി എല്ലാം കൂടെ കൂട്ടി ഒന്ന് ചിന്തിച്ച് നോക്ക്. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യു പോലിരിക്കുന്ന ഒരു കോൺകേവ് വാല്യൂ ആണ്. മനസ്സിലായോ? ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 നമുക്ക് പറയുന്നത് എന്താ? അവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്ക്, ഇവിടെ എന്താ പറയുക? ഇവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. എവിടെ? ഞാൻ പറയുന്ന ഈ ബൗണ്ടറി തൊട്ട് ഇവിടം വരെയാ. ഇവിടെ നോക്കിയാ കണ്ടേ, ഈ ബൗണ്ടറി തൊട്ട് ഇവിടം വരെ നോക്കിയാൽ നിങ്ങൾക്ക് ആകെപ്പാടെ ഒരേ ഒരു പോയിന്റ് മാത്രമേ ഈ ടാൻജന്റ് ലൈൻ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന കാണാൻ പറ്റും. ഇവിടെ മാത്രം. ബാക്കി എല്ലായിടത്തും ഈ ടാൻജന്റ് ലൈൻ ഇത്രയും ഫ്ലാറ്റ് അല്ല. ടാൻജന്റ് ലൈൻ ഫ്ലാറ്റ് ആവുന്നതിന്റെ അർത്ഥം എന്താ? അവിടെ ഡെറിവേറ്റീവ് 0 എന്നാ. സോ ബേസിക്കലി ഇതാ ഈ കാണുന്ന ഈ ഇന്റർവെല്ല് തൊട്ട് അങ്ങറ്റത്തെ ഈ ഒരു ഇന്റർവെല്ല് വരേക്കും ഒരൊറ്റ പോയിന്റ് മാത്രമേ നമ്മുടെ ടാൻജന്റ് ഫ്ലാറ്റ് ആവത്തുള്ളൂ. അതാരാ? ഇവിടെ.
അതായത് ഈ പോയിന്റ് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട് എന്ന് മനസ്സിലായി. ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? യു പോലിരിക്കുന്ന ഒരു കർവാന്ന് മനസ്സിലായി. എടാ, യു പോലിരിക്കുന്ന ഒരു കർവിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് ഏതാ? ആ കുഴിഞ്ഞ് താഴെ ഇരിക്കുന്ന പോയിന്റ്. ഇതാ ഇവിടെ തന്നെ നോക്ക്. ഈ യു പോലിരിക്കുന്ന ഒരു കർവിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് ഏതാ? ഈ കുഴിഞ്ഞ് താഴെ ഇരിക്കുന്ന പോയിന്റ്. സോ ഈ പോയിന്റും കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ കാട്ടിൽ ഏറ്റവും താഴെ ഇരിക്കുന്ന പോയിന്റ് ഇത്. സോ ബേസിക്കലി സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ, അത് യു പോലിരിക്കുന്ന ഒരു കർവ് ആണെങ്കിൽ, നമ്മൾ ആ കണ്ടുപിടിച്ച ക്രിട്ടിക്കൽ പോയിന്റ് അതിന്റെ മിനിമം ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്ക്. വിഷ്വലി വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ ശ്രമിച്ചാൽ, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 എന്നതിന്റെ അർത്ഥം എന്താ? അവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. അത് നമ്മളിതാ ഈ ഒരു ബൗണ്ടറി തൊട്ട് ഈ ഒരു ബൗണ്ടറി വരെ നോക്കിയപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആവുന്ന, ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്ന ഒരു പോയിന്റേ ഉള്ളു. അതേതാ? ഈ പോയിന്റാ, ഈ കാണുന്ന പോയിന്റ്. ഇത് മിനിമം ആണോ മാക്സിമം ആണോ ഒന്നും നമുക്ക് അറിയത്തില്ല. അതാണ് നമ്മൾ പറഞ്ഞേ. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 കിട്ടി. അപ്പം അതിന്റെ അർത്ഥം അവിടെ ഒരു മിനിമം പോയിന്റ് ഉണ്ട്. പക്ഷെ മിനിമൽ പോയിന്റ് അല്ല, അവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. പക്ഷെ ആ ക്രിട്ടിക്കൽ പോയിന്റ് മിനിമം ആണോ മാക്സിമം ആണോ നമുക്ക് അറിയത്തില്ല എന്നല്ല കേസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത്. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് മനസ്സിലായി? യു പോലെ ഇരിക്കുന്ന ഒരു ഗ്രാഫാന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, യു പോലെ ഇരിക്കുന്ന ഒരു ഗ്രാഫാന്ന് നമുക്ക് മനസ്സിലായി. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കോൺകേവ്. അപ്പൊ എന്താ? യു പോലെ ഇരിക്കുന്ന ഒരു ഗ്രാഫ്. ഇനി സിമ്പിൾ ആണ്. യു പോലെ ഇരിക്കുന്ന ഒരു ഗ്രാഫിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് എവിടെ വരും? ഈ താഴെ ഈ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തേ വരും. അതിന്റെ താഴെ കുഴിഞ്ഞിരിക്കുന്ന ഭാഗം എന്താ? ഒരു മിനിമം. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മളോട് ആക്ച്വലി സെക്കൻഡ് ഡെറിവേറ്റീവ് പറയുന്നത്. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവിന്റെ അർത്ഥം അതൊരു കോൺകേവ് അപ്പ് ഗ്രാഫ് ആണ്. അതിന്റെ അകത്ത് ഉണ്ടാവുന്ന ഒരു ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് മിനിമയാണ്. മനസ്സിലായല്ലോ? സെയിം കേസ് ഫോർ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ. എങ്ങനെയാണ് മനസ്സിലായോ? ഇപ്പൊ നമ്മളിതാ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയല്ലേ കൺസിഡർ ചെയ്തേ. ഇനി നേരെ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ കൺസിഡർ ചെയ്യും. ഓക്കെ, ഏത്? ഈ പോയിന്റ് തൊട്ട്, ഏത്? ഈ സ്റ്റാർട്ടിങ് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ കൺസിഡർ ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഓടിച്ചു വന്നപ്പോൾ ഒരേ ഒരു പോയിന്റ് മാത്രമേ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവും. എവിടെ? ഈ പോയിന്റില്. അതായത് ടാൻജന്റ് ഫ്ലാറ്റ് ആവും. ടാൻജന്റ് ഫ്ലാറ്റ് ആവുന്നതിന്റെ അർത്ഥം ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 എന്ന്. അത് ഒരേ ഒരു പോയിന്റ് മാത്രമേ പറ്റൂ. അപ്പൊ എന്താ? അത് ക്രിട്ടിക്കൽ പോയിന്റാ. പക്ഷെ നമുക്ക് അറിയത്തില്ല ഏത് ആ ക്രിട്ടിക്കൽ പോയിന്റ് മിനിമം ആണോ മാക്സിമം ആണോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത്. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് കിട്ടി. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കോൺകേവ് ഡൗൺ. കോൺകേവ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവേർട്ടഡ് യു പോലെ. ഓക്കെ, ഇങ്ങനെ ഇരിക്കും ഒരു ഇൻവേർട്ടഡ് യു. ഇനി നമ്മൾ നേരത്തെ തൊട്ട് മുമ്പേ ചെയ്ത അതേ രീതി പോലെ കണ്ണ് തുറന്ന് കോമൺ സെൻസിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു യു പോലെ, അതായത് റാ പോലെ ഇരിക്കുന്ന ഒരു കർവില് ക്രിട്ടിക്കൽ പോയിന്റ് എവിടെ വരും? അതിന്റെ ഈ പീക്കിലേ വരും. മനസ്സിലായോ? ഇത് ബേസിക്കലി ഈ ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പ് ഇരിക്കുന്ന ഗ്രാഫില്, ഓക്കെ, ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ പീക്കിൽ ടോപ്പിലേ വരും. അതായത് യു പോലെ ഇരിക്കുന്ന ഗ്രാഫിൽ അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് അതിന്റെ ബോട്ടം കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തേ വരുമെങ്കിൽ, ഇൻവേർട്ടഡ് യു ഷേപ്പിലിരിക്കുന്ന ഒരു ഗ്രാഫിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് അതിന്റെ പീക്കിലേ വരും. അതായത് മാക്സിമം വാല്യൂലേ വരും. മനസ്സിലായോ? അതായത് ബേസിക്കലി സെക്കൻഡ് ഡെറിവേറ്റീവ് തന്നെ നമ്മളോട് പറഞ്ഞു തരും അത് മിനിമം അതോ മാക്സിമം ആണോന്ന്. ഓക്കെ, അതായത് ജനറൽ കൺക്ലൂഷൻ ഇതാ. നമുക്കൊരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയിട്ട് നമ്മൾ അതേ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തപ്പോഴാണ് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ നമ്മൾ അതേ പോയിന്റിന് തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടിയത് മിനിമയാണ്. നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടിയ മാക്സിമം. അതെങ്ങനെ കിട്ടിയെന്നുള്ള ഇപ്പൊ പറഞ്ഞു. മിനിമം ആണെങ്കിൽ യു ഷേപ്പ് ഒരു കർവായിരിക്കും. ഓക്കെ, അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ ഇരിക്കുന്ന സ്ഥലത്തായിരിക്കും. അത് മിനിമം ആയിരിക്കും. ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പ് ആണെങ്കിൽ അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പീക്കിലായിരിക്കും, മാക്സിമത്തിലായിരിക്കും. കാരണം നോക്ക്, ഈ കാണുന്ന പോയിന്റുകളെല്ലാം കാട്ടിലും മേളിലെ ഈ പോയിന്റ് ഇരിക്കുന്നത്. ആൻഡ് അതിനെ ബാക്കി എല്ലാ പോയിന്റുകളെക്കാട്ടിലും മേളിലാണ് നമ്മുടെ ഈ മാക്സിമം പോയിന്റ് ഇരിക്കുന്നത്. ആൻഡ് ഈ ഇന്റർവെല്ല് തൊട്ട്, ഓക്കെ, ഈ ഇന്റർവെല്ല് തൊട്ട് ഈ ഇന്റർവെല്ല് വരേക്കും ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഫ്ലാറ്റ് ആവും. ഈ ക്രിട്ടിക്കൽ പോയിന്റ്. ആ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? അതിന്റെ മാക്സിമം ആണ്. അതായത് കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ നമുക്ക് കിട്ടും.
ആ ഒരു ഐഡിയ കിട്ടിയേ. അപ്പൊ എന്താണ്, നമ്മുടെ നേരെ ഈ ബോക്സിന്റെ സാധനത്തിലോട്ട് വന്നാൽ നമ്മൾ എങ്ങനെയാണ് ആക്ച്വലി നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കണ്ടുപിടിച്ച മിനിമം ഏതാ മാക്സിമം ഏതാന്ന്. ഇത് നേരെ നമ്മുടെ വയർ കട്ടിലും ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ നിന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് കിട്ടിയ എന്താണെന്ന് ഇവിടെ. ഇത് നമ്മൾ നേരത്തെ വന്ന എക്സാമ്പിളാണ്, കൺഫ്യൂഷൻ ആവണ്ട. അതിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് എന്ത്, x/8 മൈനസ് 1/x മൈനസ് 8 എന്ന് പറഞ്ഞാൽ കിട്ടിയത്. നമ്മൾ അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താലോ, x²/16 പ്ലസ് 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 16 കിട്ടും. അങ്ങനെ എല്ലാം തപ്പി നമുക്ക് ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ എന്ത് കിട്ടും, 2/8 എന്ന് കിട്ടും, ഈക്വൽ ടു 1/4 എന്ന് കിട്ടും. 1/4 ഗ്രേറ്റർ ദാൻ 0 അതായത് കോൺകേവ് അപ്പ് ഗ്രാഫാ. കോൺകേവ് അപ്പ് ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച പോയിന്റ് എന്താണ്, മിനിമം പോയിന്റാ. ഓക്കെ, നമുക്ക് പക്ഷെ അവിടെ ആ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞത് എന്താ, ലാർജസ്റ്റ് നമുക്ക് വേണ്ടുന്നത്. അപ്പോഴും ആ എക്സാമ്പിളിൽ നമുക്ക് അത് അങ്ങനെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ. ഇപ്പൊ മനസ്സിലായില്ലേ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒക്കെ നടത്തി നമുക്ക് മനസ്സിലാവുന്നേ. ഇപ്പൊ കത്തിയില്ലേ രണ്ട് എക്സാമ്പിൾ ആക്ച്വലി മൊത്തത്തിൽ മിനിമം മാക്സിമം ഒക്കെ കണ്ടുപിടിക്കുന്നേ, കത്തിയേ.